Good morning, everyone. Welcome to Professional Learning App. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട്. സോ നമുക്ക് രണ്ട് ടൈപ്പ് നഴ്സിംഗ് എക്സാംസ് ആണ് ഈ കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ DME, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും, രണ്ടാമത്തെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്. ഇങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാമിലി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലിരിക്കുന്നത്. അതിൽ റീസെന്റ് ആയി നടന്ന എക്സാം DHS ആയിരുന്നു, ഹെൽത്ത് സർവീസസിന്റെ ആയിരുന്നു. അതിന്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തു, റിസൾട്ട് മീൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അതിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു, പല ഡിസ്ട്രിക്റ്റിന്റെയും ഫൈനൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. ആ ലിസ്റ്റിൽ നിന്നായിരിക്കും കാൻഡിഡേറ്റ്സിനെ അവർ സെലക്ട് ചെയ്യപ്പെടുന്നത്. അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പോലുള്ള സ്ഥലത്തേക്കാണ് പോസ്റ്റിംഗ് വരുന്നത്. സ്പെഷ്യലി ഹോസ്പിറ്റൽ മീൻസ് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ, ലെപ്രസി ഹോസ്പിറ്റൽ, ദെൻ TB ക്ലിനിക്, അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പോസ്റ്റിംഗ് സാധാരണയായിട്ട് നടക്കുന്നത്. DME, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഇതിന്റെ അണ്ടറിലാണ് കേരളത്തിലെ 14 മെഡിക്കൽ കോളേജുകൾ. 14 13 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പോസ്റ്റിംഗ് നടക്കുന്നത്. ഇതിൽ 6 ഇപ്പോൾ DME പോസ്റ്റിംഗ്, അതായത് PSCയുടെ പോസ്റ്റിംഗ് കാര്യമായിട്ട് നടക്കുന്നത്. അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. പിന്നെ ഇതുവരെ ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളിലേക്കൊന്നും PSCയുടെ വലിയ രീതിയിലുള്ള പോസ്റ്റിംഗ് ആയിട്ടില്ല. നമുക്ക് വേറെയും മെഡിക്കൽ കോളേജസ് ഉണ്ട്, പല ഡിസ്ട്രിക്റ്റിലും നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജ് മാത്രം അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് കാറ്റഗറീന്റെ അണ്ടറിൽ വരുന്നതാണ്. അതിലേക്ക് മാത്രം പോസ്റ്റിംഗ് DME വഴിയല്ല. ബാക്കി എല്ലായിടത്തും പോസ്റ്റിംഗ് നടക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജും, കണ്ണൂർ മെഡിക്കൽ കോളേജും, കാസർഗോഡും, അങ്ങനെ പല മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജ്, പിന്നെ കോന്നി മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ഇവിടേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതിലേക്ക് കേരള PSC അനുബന്ധിച്ച് നമുക്ക് 100 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതായത് PSCന്ന് 100 ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഉണ്ടാകുന്നത്. ആ 100 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ കംപ്ലീറ്റ്ലി നഴ്സിംഗ് സിലബസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പഴയ കാലത്തൊക്കെ 80% ക്വസ്റ്റ്യൻസ് നഴ്സിംഗ് സൈഡിൽ നിന്നും 20% ക്വസ്റ്റ്യൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് സൈഡിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അതിനകത്ത് IQ ടെസ്റ്റും ചിലപ്പം ചില കാൽക്കുലേഷൻസും ജനറൽ നോളജും റീസെന്റ് പ്രാക്ടീസസ് ഒക്കെ ചോദിക്കുന്ന ഒരു പേപ്പർ ആയിരുന്നു. പക്ഷെ അതിപ്പോൾ ഒഴിവായി. ഇപ്പൊ അതിന് പകരം ഇപ്പം കംപ്ലീറ്റ്ലി നഴ്സിംഗ് റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചോദിച്ചു വരുന്നത്. 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ DME എക്സാമിന്റെ പ്രത്യേകത പറഞ്ഞുതരാം. DME എക്സാം കേരളത്തിൽ ഒരൊറ്റ ലിസ്റ്റേ ഉള്ളൂ, സിംഗിൾ ലിസ്റ്റ് ആണ് വരുന്നത്. ത്രൂ ഔട്ട് കേരള ഒറ്റ ലിസ്റ്റിൽ നിന്നാണ് ഈ പോസ്റ്റിംഗ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം കമ്പയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമൊക്കെ നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് 2000 പേരുടെ ലിസ്റ്റാണ്. അതിന്റെ മുന്നേ നമുക്ക് 3000 മെമ്പേഴ്സിന്റെ ലിസ്റ്റ്, 4000 മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഓക്കെ, ഈ 4000 മെമ്പേഴ്സിൽ ഏകദേശം 1800 പേരാണ് ഇതിന് മുന്നത്തെ ലിസ്റ്റിൽ കയറിയത്. ഇപ്പോഴത്തെ കറണ്ട് ലിസ്റ്റിൽ ഇപ്പൊ ഏകദേശം 1000-നടുത്ത് എത്തിയിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് 2000 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. സപ്ലിമെന്ററിക്കാർക്ക് വലിയൊരു പ്രതീക്ഷ വെക്കണമെന്നില്ല, കാരണം ജനറൽ കാറ്റഗറി OBC ഒന്നും സപ്ലിമെന്ററിലേക്ക് പോയ ചരിത്രം വളരെ കുറവാണ്. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്, ഇപ്പോൾ ജനറൽ കാറ്റഗറിയും OBC ഒരു 1500 വരെ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേയുള്ള ലിസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. കാരണം 4000-ഓളം പേരെ ലിസ്റ്റിൽ ഇട്ടതിന് ശേഷം അതിൽ 1800 പേർക്കേ പോസ്റ്റിംഗ് കിട്ടിയുള്ളൂ. ഇപ്പത്തെ ലിസ്റ്റിൽ 2000 പേരുണ്ട്. ആ ലിസ്റ്റിൽ 1000 സംതിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം. അപ്പൊ അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കേരള PSC എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഈ നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നതെന്നാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നഴ്സിംഗ് ഫൗണ്ടേഷൻ, അനാറ്റമി ഫിസിയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ, പാത്തോളജി, ജെനറ്റിക്സ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഇപ്പൊ അതിന് നമ്മൾ അഡൽട്ട് നഴ്സിംഗ് എന്നാണ് അറിയപ്പെടുന്നത്, പീഡിയാട്രിക് നഴ്സിംഗ്, സൈക്കാട്രിക് നഴ്സിംഗ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, നഴ്സിംഗ് റിസർച്ച്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, ദെൻ സോഷ്യോളജി. ഇത്രയും ഭാഗത്തു നിന്നാണ് സാധാരണയായി സിലബസിൽ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടിരുന്നത്. ഈ 100 ക്വസ്റ്റ്യനും ഇതിൻ്റെ അകത്ത് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, OBG, നഴ്സിംഗ് ഫൗണ്ടേഷൻ, പീഡിയാട്രിക് സൈഡിൽ നിന്നാണ്.
പക്ഷേ എന്നാലും ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നും പ്രതീക്ഷിക്കാം 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് പല സബ്ജക്റ്റിൽ നിന്നും ഉണ്ടാവാറുണ്ട്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനൊക്കെ 7, 8 ക്വസ്റ്റ്യൻസ് വന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. വളരെ ക്ലിയർ കട്ടായിട്ട് പഠിക്കണം. നമുക്ക് ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ആ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പണ്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പാറ്റേണിൽ, അതായത് ഒരു സിമ്പിൾ പാറ്റേൺ ആയിരിക്കും അവര് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ക്വസ്റ്റ്യൻ പാറ്റേൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് നമ്മളിപ്പം നഴ്സിംഗ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് അറിയാം, അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ മീൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എക്സാംസിൽ. അപ്പം DME എക്സാംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എളുപ്പമല്ല. പിന്നെ അതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, കട്ട് ഓഫ് എത്രയായിരിക്കും, ഇത്ര ഇത്ര എത്ര കിട്ടിയാൽ ഇത്ര ചെയ്യും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സാം നോക്കും, ഹയസ്റ്റ് മാർക്ക് ആർക്കാണോ കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ ആ പേപ്പർ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഹയസ്റ്റ് മാർക്ക് 100-ൽ 97, 98 അങ്ങനെ വന്ന ചരിത്രമൊന്നുമില്ല. 70, 75, 80 ഒക്കെ വന്ന ചരിത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും മാർക്ക് വരുന്ന സമയത്ത് അതിന്റെ തൊട്ട് താഴേക്കുള്ള നമ്പേഴ്സ് കുറഞ്ഞു 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 വരും. നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇപ്പം ഹൈ സ്കോർ കിട്ടുന്ന, അതായത് ഇപ്പം 55-ന് മുകളിലേക്കും ഇല്ലെങ്കിൽ ഒരു 75-ന് ഇടയിലൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാറുണ്ട് സാധാരണയായിട്ട്. പിന്നെ മൈനസ് മാർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 0.33 അങ്ങ് കട്ടായി പോകും. അതായത് 3-ൽ 1, അതായത് അത്രയും ഭാഗം കട്ടായി പോകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം, ഈ കട്ട് ഓഫ് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഇപ്പൊ നിങ്ങൾ 50 എണ്ണം ശരിയാക്കി 25 എണ്ണം തെറ്റിച്ചാൽ നിങ്ങളെ കാര്യത്തിൽ തീരുമാനം. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാക്ടീസിലേക്ക് പോവാതിരിക്കുക. മാക്സിമം അറിയുന്ന ഉത്തരത്തിനും അറിയുന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഊഹാപോഹങ്ങളോ, പിന്നെ ഇതായിരിക്കും ശരി, എന്റെ അടുത്തിരിക്കുന്ന ആള് കൂടുതൽ ചെയ്തു അപ്പൊ ഞാനും കൂടുതൽ ചെയ്യട്ടെ എന്നുള്ള ചിന്തയൊന്നും PSCയുടെ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതും കോൺഫിഡന്റ് ആയതും മാത്രം കുത്തിയിട്ട് പോരാ. കാരണം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ല. കാരണം ഇപ്പോഴും അത് പെന്നും പേപ്പറും യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് എറേഴ്സ് ഉണ്ടാവും. എറേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് അത് എന്താ പറയാ, ഓപ്ഷൻസ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരിക്കൽ അത് ബബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷനാണ് ഉണ്ടാവുന്നത്. ആ ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയുള്ള ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ. 4, 5, 2, 3 ആൻസേഴ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് വരാറില്ല. പിന്നെ എന്തെങ്കിലും ആൻസേഴ്സ് തെറ്റുണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല താഴെ കൊടുത്തിരിക്കുന്നെങ്കിൽ PSC അത് വെരിഫൈ ചെയ്യുകയും പല സമയങ്ങളിലും ആ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആവുകയും ചെയ്തു. അപ്പൊ അത് ആർക്കും മാർക്ക് കിട്ടാതെ ഉപയോഗശൂന്യമായിരുന്നു പോകും. അത്രയും കാര്യങ്ങളാണ് PSCനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി ഈ പ്രൊഫഷണൽ ലേണിംഗ് ആപ്പിലൂടെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ് വ്യക്തമായി താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും, അതായത് നഴ്സിംഗ് ഫൗണ്ടേഷൻ മുതൽ നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ റിസർച്ച് സൈഡിലുള്ള ടോപ്പിക്സ് വരെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തമായ ക്ലാസ്സുകളും സമയങ്ങളും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ ലേണിംഗ് ആപ്പുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.